യെസ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഇസ് ദ നറേറ്റർ ഇൻ മെൽവിൽസ് മോബി ഡിക്ക്? ആരാണ്? ഇസ്മായിൽ കറക്റ്റ് ആണ്. രണ്ടാമത്തത്: ഹൂ ഇസ് ദ റെപ്രസെന്റേറ്റീവ് ഫിഗർ ഓഫ് ദ ജാസ് ഏജ്? ഫിറ്റ്സെറാൾഡ്. യെസ്, ഓപ്ഷൻ ബി ആണ്. എഫ് സ്കോട്ട് ഫിറ്റ്സെറാൾഡ് ജാസ് ഏജിന്റെ റെപ്രസെന്റേറ്റീവ് എന്നാണ്. പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ സിവിൽ വാർ വാസ് ഫോട്ട് ഇൻ ഏത് വർഷം? 61 to 65. യെസ്, 1861 to 1865 വരെ ആയിരുന്നു അമേരിക്കൻ സിവിൽ വാർ ഉണ്ടായിരുന്നത്. അപ്പോൾ പരീക്ഷ ചോദിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സിവിൽ വാർ 1861 മുതൽ 1865 വരെ. ഹൂ കോയിൻഡ് ദ ഫ്രേസ് ലോസ്റ്റ് ജനറേഷൻ? ഗെർട്രൂഡ് സ്റ്റെയിൻ. കറക്റ്റ് ആണ്. ഗെർട്രൂഡ് സ്റ്റെയിൻ ആണ് ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഫ്രേസ് കോയിൻ ചെയ്തത്. ഹൂ സേസ് എർത്ത് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്? ആരാ പറഞ്ഞത്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ് എർത്ത് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്ന് പറഞ്ഞത്. ആറാമത്തത്: ഇൻ സോൾ ബെലോസ് നോവൽ ഹെർസോഗ്, മോസസ് ഹെർസോഗ് ഇസ് എ ഡാഷ്? ഏതാ? സി ആണ്, ഒരു ജൂതനാണ് കേട്ടോ. ഹി വാസ് എ ജൂ. അടുത്തത്: when did Hemingway receive the Nobel Prize for Literature? ഇതിൽ സംശയമൊന്നുമില്ല, ഇത് കറക്റ്റ് ആണ്. 1954 ആണ്. സംശയമൊന്നുമില്ല കേട്ടോ. 1954 ഹെമിംഗ്വേക്ക് നോബൽ പ്രൈസ്. ഇത് പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. What was the original title of Hemingway's novel The Old Man and the Sea? The Sea in Being. The Sea in Being ആണോ? 81 C കറക്റ്റ് ആണ്. The Sea in Being എന്നാണ് The Old Man and the Sea യുടെ ഒറിജിനൽ ടൈറ്റിൽ. Who is the central character in Hemingway's novel The Old Man and the Sea? ആരാ? സാന്റിയാഗോ. ഇതൊക്കെ അമേരിക്കൻ നോവലാണ് കേട്ടോ. യെസ്. Who is the narrator in F. Scott Fitzgerald's novel The Great Gatsby? നിക്കാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറയുന്ന ഫിറ്റ്സ്ജെറാൾഡ് നോവലിലെ നറേറ്റർ. Which one is the patriotic poem by Robert Frost? ഏതാ? ബർച്ചസ് ആണ്. ഓപ്ഷൻ സി ആണ്, ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ബർച്ചസ് അല്ല. ബർച്ചസ് അദ്ദേഹത്തിന്റെ ശരിക്ക് അദ്ദേഹം ഹെവനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതും അവിടെ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നു ഒക്കെ പറയുന്ന ഒരു പോയമാണ് ബർച്ചസ്. ആ ബേർച്ച് മലയാളത്തിനെ കുറിച്ചിട്ടാണ്. ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്നുള്ളതാണ് പാട്രിയോട്ടിക് പോയം. Who is the central figure in O'Neill's The Hairy Ape? യാങ് ആണ്. യാങ് എന്നുള്ള ക്യാരക്ടറാണ് ദ ഹെയറി ഏപ്പിലുള്ള സെൻട്രൽ ഫിഗർ. Absalom is a novel written by Absalom വില്യം ഫോക്നർ ആണ്. വില്യം ഫോക്നറുടെ ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് പറഞ്ഞിരുന്നല്ലോ. ഏതാണ്? യോഗ്നാപതോപ്പ. യോഗ്നാപതോപ്പ. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവൽ ഉണ്ടല്ലോ. ഏതാ? സൗണ്ട് ആൻഡ് ഫ്യൂരി ആണ്. The Sound and Fury, correct. Yes. The poem Chicago is written by ആരാണ് ചിക്കാഗോ എഴുതിയത്? എസ്രാ പൗണ്ട് ആണോ? അല്ല, കാൾ സാൻബർഗ്. ചിക്കാഗോ എന്ന് പറയുന്ന വർക്ക് എഴുതിയത് കാൾ സാൻബർഗ്. നേറ്റീവ് സൺ ഈസ് റിട്ടൺ ബൈ ആരാണ്? നേറ്റീവ് സൺ എഴുതിയത് റിച്ചാർഡ് റൈറ്റ് ആണ് നേറ്റീവ് സൺ എന്ന് പറയുന്ന വർക്ക് എഴുതിയത്. Which American poet is hailed as the representative poet of America? ആരാ?
വിറ്റ്മാനോ? വാൾട്ട് വിറ്റ്മാൻ. യെസ്, വാൾട്ട് വിറ്റ്മാൻ. വാൾട്ട് വിറ്റ്മാനെ അങ്ങനെ ആവാനുള്ള കാരണമുണ്ട്. അബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടൊക്കെ വെൻ ലിലാക്സ് ബ്ലൂം അറ്റ് ഡോറിയാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഫാദർ ഓഫ് ഫ്രീവേഴ്സ്. ഫ്രീവേഴ്സിന്റെ ഫാദറുമാണ്. ഫാദർ ഓഫ് ഫ്രീവേഴ്സ് ആണ് വാൾട്ട് വിറ്റ്മാൻ, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരുന്നത്. ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അബ്രഹാം ലിങ്കനെ. ഓക്കെ, പിന്നെ വാൾട്ട് വിറ്റ്മാൻ ആണ് സൺഡേ മോർണിംഗ് വാലസ് സ്റ്റീവൻസൺ അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ഇത് വാൾട്ട് വിറ്റ്മാൻ ആണ്. യെസ്. പിന്നെ ആർതർ മില്ലേഴ്സ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വാസ് അപ്പിയർഡ് ഇൻ ഏത് വർഷമാണ്? 1949. പബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചത് 1949. കേൾക്കുന്നില്ലല്ലോ, എന്താ പറഞ്ഞത്? അതിൽ സംശയം ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ അല്ലേ? No sir, അതന്നെയാണ് 1949 ആണ്. അതന്നെ, കറക്റ്റ് ആണ്. ഓക്കെ, 1949 ആണ്. അതെ അതെ, കറക്റ്റ്. Who was the first black woman who win the Nobel Prize for Literature? ആരാ? ടോണി മോറിസൺ. ടോണി മോറിസൺ 18A, കറക്റ്റ് ആണ്. ഒരു ആഫ്രിക്കൻ റൈറ്റർ ആണ് അല്ലേ ടോണി മോറിസൺ? ആഫ്രിക്കൻ, വെറും ആഫ്രിക്കൻ അല്ല, ആഫ്രോ അമേരിക്കൻ എന്ന് പറയാം അല്ലെ ടോണി മോറിസന്. ബ്ലൂവസ്റ്റ് ഐ എഴുതിയത് ടോണി മോറിസൺ ആണ്. ഫസ്റ്റ് പോയം, പ്രോസ്റ്റ് പോയം ദ റോഡ് നോട്ട് ടേക്കൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് പോയറ്റിക് കളക്ഷൻ. ഏത് കളക്ഷൻ ആണെന്ന്? റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം ദ റോഡ് നോട്ട് ടേക്കൺ ഏത് കളക്ഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? മൗണ്ടെയിൻ ഇന്റർവെൽ. മൗണ്ടെയിൻ ഇന്റർവെൽ പരീക്ഷ ചോദിക്കാറുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം ദ റോഡ് നോട്ട് ടേക്കൺ ഈസ് ടേക്കൺ ഫ്രം മൗണ്ടെയിൻ ഇന്റർവെൽ. അടുത്തത് റാബിറ്റ് ആംസ്ട്രോങ് നോവൽസ് ആർ റിട്ടൺ ബൈ. ആരാണ് ഇങ്ങനെയുള്ള പേരിൽ നോവൽസ് എഴുതിയിരുന്നത്? ജോൺ അപ്ഡൈക്ക്. ജോൺ അപ്ഡൈക്ക് ആണ് റാബിറ്റ് ആംസ്ട്രോങ് നോവൽസ് എന്ന് പറയുന്ന നോവൽസ് എഴുതിയിരുന്നത് ജോൺ അപ്ഡൈക്ക് ആണ്. Who among the following writers was the first American to make a professional of literature and first to approach the status of a major novelist? ഒരു പ്രൊഫഷണൽ ലിറ്ററേറിയൻ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അതാണ് ചാൾസ് ബ്രോക്ഡൻ ബ്രൗൺ. ചാൾസ് ബ്രോക്ഡൻ ബ്രൗൺ ആണ്. രണ്ട് ബ്രൗൺ ഉണ്ട്. ഒരു ബ്രൗണ് W.H. ബ്രൗണും, അതുപോലെ അയാളാണ് ഫസ്റ്റ് നോവൽ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് നോവൽ എഴുതിയത് W.H. ബ്രൗണാ? W.H. ബ്രൗൺ. ദ പവർ ഓഫ് സിമ്പതി ഫസ്റ്റ് നോവലായിട്ട്. ഓക്കേ. എന്താണ് പേര്? നോവലിന്റെ പേരെന്താ? ദ പവർ ഓഫ്. നോവലിന്റെ പേരൊന്ന് പറയാം. ദ പവർ ഓഫ് സിമ്പതി. ദ പവർ ഓഫ് സിംബലിസ്റ്റ്. സിമ്പതി. ദ പവർ ഓഫ് സിംബതി. ഓക്കേ. W.H. ബ്രൗൺ. ഇതില് ചോദിച്ചത് ഇതാണ്, who among the following writers was the first American to make a professional of literature and first to approach the status of a major novelist? അടുത്തത്, who among the following writers wrote Twice Told Tales and The Snow Image and Other Tales? ഇത് എഴുതിയത് ആരാണ്? നമ്മുടെ സ്കാർലറ്റ് ലെറ്റർ എഴുതിയാണ് ഹാത്രോണോ? നഥാനിയൽ ഹോത്തോൺ. Identify the author of Moby Dick. അറിയുന്നതല്ലേ? ഹെർമൻ മെൽവിൽ. സാമുവൽ ലാംഗ്ഹോൺസ് ക്ലിമൻസ് wrote under the pseudonym of. ആരുടെ pseudonym ആണ്? മാർക്ക് ട്വെയിൻ ആണ്. മാർക്ക് ട്വെയിനിന്റെ ഒരു വർക്ക് പറയാൻ പറ്റുമോ? ഒലിവർ ട്വിസ്റ്റ് എഴുതിയതാരാ? Adventures of Huckleberry Finn. Adventures of Huckleberry Finn ആണ് മാർക്ക് ട്വെയിൻ എഴുതിയത്. പിന്നെ അഡ്വഞ്ചേഴ്സ് ഓഫ് വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ,
സോയർ. പിന്നെ ഏതായിരുന്നു? ടോം സോയർ. ടോം സോയർ. Who enunciated his views on fiction in the art of fiction? ഏതാ? ഹെൻറി ജെയിംസ് നമ്മളെ സൈക്കോളജിക്കൽ നോവലിസ്റ്റ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹെൻറി ജെയിംസ്. അപ്പോൾ ഇദ്ദേഹമാണ് എന്താണ് ആർട്ട് ഓഫ് ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് വന്നത്. Broderick Hudson, the American, and Daisy Miller are portraits of Americans. Who wrote these novels? Broderick Hudson, the American, and Daisy Miller. ഇതൊക്കെ ഈ നോവൽസ് ആരെ എഴുതിയിരുന്നു? അത് ഹെൻറി ജെയിംസ് ആണ് കേട്ടോ. റോഡറിക് ഹഡ്സൺ, അതുപോലെ ദ അമേരിക്കൻ ആൻഡ് ഡെയ്സി മില്ലർ. വില്യം സിഡ്നി പോർട്ടർ wrote under the pseudonym of. ഇത് അറിയുന്നതാണല്ലോ. ഓ ഹെൻറി. ഈ വൺ ലൈഫ് അല്ല, ഒരു വർക്ക് ഉണ്ടല്ലോ, വൺ ലൈഫ് ആണോ എന്ന് സംശയമുണ്ട്. ഒരു ഓ ഹെൻറിയുടെ എന്താണ് 26 ഹെൻറിയാണ്, ഹെൻറി ജെയിംസ്. ഓക്കെ, താങ്ക് യു സർ. പിന്നെ എനിക്ക് തോന്നുന്നത് വൺ ലീഫ് ആണെന്ന് തോന്നുന്നു. വൺ ലീഫ് അങ്ങനെ എന്തോ ഒരു വർക്ക് എഴുതിയിട്ടുണ്ടല്ലോ നമ്മളെ ഓ ഹെൻറി. ലാസ്റ്റ് ലീഫ്. ലാസ്റ്റ് ലീഫ് ഓ ഹെൻറിന്റെ വർക്ക്. അയാള് നല്ല രസമാട്ടോ വായിക്കാൻ, നല്ല രസകരമായിട്ടുള്ള ഒരു കഥയായിരിക്കും. Who among the following writers was known as the Sage of Concord? അറിയോ? എമേഴ്സൺ ആണ്. റാൽഫ് വാൾഡോ എമേഴ്സൺ. Walden and Civil Obedience were written by എമേഴ്സൺ. തോറോ. വാൾഡൻ എഴുതിയത് തോറോ ആണ്. സിവിൽ ഒബീഡിയൻസും തോറോ ആണ്. എമേഴ്സന്റെ സെൽഫ് റിലയൻസ് ആണ്. നേച്ചർ ആണ്. നേച്ചർ എഴുതിയത് 1834 ആണെന്ന് തോന്നുന്നുണ്ട്. 36 ആണോ? 36 അല്ലേ നേച്ചർ എഴുതിയത്. 54 എനിക്ക് തോന്നുന്നു വാൾഡൻ 1854. Name the poet who was influenced by Jacksonian democracy and Lococo movements. ആരാ? ജാക്സോണിയൻ ഡെമോക്രസിയും അതുപോലെ ലോക്കോകോക്കോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആളാണ് വാൾട്ട് വിറ്റ്മാൻ. അദ്ദേഹത്തിന്റെ ലീവ്സ് ഓഫ് ഗ്രാസ് ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആണ്. അതിന് ഒരുപാട് എഡിഷൻസ് വരുന്നുണ്ട്. അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1885. INC രൂപീകരിച്ച അതേ വർഷമാണ്. വാൾട്ട് വിറ്റ്മാന്റെ ലീവ്സ് ഓഫ് ഗ്രാസ്. The Declaration of Independence, a classic in English prose, was written by അറിയോ? ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ. ഈ ജെഫേഴ്സൺ ആണ് അമേരിക്കൻ ഭരണഘടനക്ക് രൂപം നൽകിയത്. ജെഫേഴ്സൺ ആണ്. പക്ഷെ ഫാദർ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. പക്ഷെ ഇതിന് മുഖ്യ സൂത്രധാരൻ ശരിക്കും തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. 31 ആൻസർ എന്താണ്? അതൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കിയാൽ മതി. ഓപ്ഷൻ എ ആണ്. ഇനി പറയുന്നൊക്കെ ഓപ്ഷൻ എ ആയിരിക്കും. അതുപോലെ H.W. Longfellow and J.R. Lowell are called the Brahmin poets. H.W. Longfellow and J.R. Lowell are called the Brahmin poet. Which of the following novels is written by Sherwood Anderson? Sherwood Anderson എഴുതിയ നോവലിന്റെ പേരാണ് മാർച്ചിങ് മെൻ. അടുത്തത് Who among the following won the Nobel Prize for Literature in 1950? William Faulkner. ആണ് 1950 നോബൽ പ്രൈസ് കിട്ടിയത്. ലഫ്റ്റനന്റ് ഫ്രെഡറിക്. സാറേ ആ ഒരു ക്വസ്റ്റ്യന് സാറ് ക്ലാസ് എടുക്കുമ്പോ അന്ന് പറഞ്ഞിരുന്നത് 1948 TS എലിയട്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഇയാളാന്ന് പറഞ്ഞു 1949 എന്നാ പറഞ്ഞത്. ചെക്ക് ചെയ്യണം. ശരിയാ, അന്ന് ക്ലാസ്സിൽ 49 48 TS. ഓക്കെ, ഞാൻ നോക്കട്ടെ.
1950 ആണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 1949 വാസ് അവാർഡ് ടു, അത് 1949 പ്രഖ്യാപിച്ചത്, പക്ഷെ 1950 അത് അദ്ദേഹത്തിന് കൊടുത്തത്. അങ്ങനെയാണ് പറഞ്ഞത്. The Nobel Prize in Literature 1949 was awarded to William Faulkner for his powerful and artistically unique contribution to the modern American novel. William Faulkner received this Nobel Prize 1 year later. പക്ഷെ അത് അദ്ദേഹത്തിന് സ്വീകരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. 1950 അവാർഡ് ചെയ്തത് ശരിക്കും 1949 സർ 1950 ബെർട്രാൻഡ് റസൽ എന്നാണ് കാണിക്കണത്. അതെ, 1950 ശരിക്ക് ഇത് ഇയാൾക്ക് 1949 കൊടുക്കേണ്ട സാധനമാണ്, ഇയാൾക്ക് കിട്ടുന്നത് 1950 മാത്രം. പക്ഷെ 1950 റസലിനാണ് കിട്ടുക, മനസ്സിലായോ? 50 റസലിന് തന്നെയാണ് കൊടുക്കുക. പക്ഷെ 1949 ഇയാൾക്ക് കൊടുക്കുന്നത് 1950 മാത്രം. Lieutenant Frederick Henry is a character in Hemingway's For Whom the Bell Tolls. For Whom the Bell Tolls എന്ന് പറയുന്ന വർക്കിലാണ്. ഓക്കെ, ഹെമിംഗ്വേന്റെ ഓൾഡ് മാൻ ആൻഡ് ദ സീ നമുക്കറിയാം. O'Neill was awarded the Nobel Prize for Literature in 1938. 38 O'Neillന് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടുന്നത്. യുജീൻ ഓനീൽ. Which of the following plays of O'Neill is a comedy? ഏതാ? ആ വിൽഡേർനെസ് എന്ന് പറയുന്ന വർക്കാണ് കോമഡി ആയിട്ടുള്ളത്. Which of the following play is not written by Tennessee Williams? A Memory of Two Mondays എഴുതിയത് ടെന്നസി വില്യംസ് അല്ല. ഗ്ലാസ് മിനാഷറി, പീരീഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്, സ്ട്രീറ്റ് വേർഡ് ഓഫ് യൂത്ത് ഇതൊക്കെ എഴുതിയത് ടെന്നസി വില്യംസ് ആണ്. ഓക്കെ. Where was Walt Whitman born? ഓക്കെ, ലോങ് ഐലൻഡിലാണ്. ഓക്കെ, NY എന്ന് പറഞ്ഞാൽ ചിലപ്പം ന്യൂയോർക്കാണോ ഉദ്ദേശിച്ചത്? ആവാം അല്ലേ? ഏതായാലും ലോങ് ഐലൻഡിലാണ്. In what year was the first edition of Leaves of Grass? ന്യൂയോർക്കാണ് സാറേ. ന്യൂയോർക്ക് അല്ലേ? ഓക്കെ. പിന്നെ ഇത് ലീവ്സ് ഓഫ് ഗ്രാസിന്റെ ഫസ്റ്റ് എഡിഷൻ വന്നത് 1855 നമ്മൾ നേരത്തെ 1885 പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഒരുപാട് എഡിഷൻസ് ലീവ്സ് ഓഫ് ഗ്രാസിന് വരുന്നുണ്ട്. വാൾട്ട് വിറ്റ്മാന്റെ കളക്ഷൻ ഓഫ് പോയംസ് ആണിത്. അപ്പൊ ഫസ്റ്റ് എഡിഷൻ വരുന്നത് 1855 Who said Leaves of Grass as the most extraordinary piece of wit and wisdom America has yet contributed? Emerson ആണ് പറഞ്ഞത്. എമേഴ്സൺ പറഞ്ഞതാണ് Leaves of Grass as the most extraordinary piece of wit and wisdom America has yet contributed. What does the phantom in As I Ponder in Silence represent? The phantom represents the genius of poets of old lands. The genius of poets of old lands. According to the phantom in As I Ponder in Silence, what is the one theme for ever enduring bards? The theme is war, yuddhamana. What is the primary theme in I Sing the Body Electric? The sanctity of human body ആണ് I Sing the Body Electric എന്നുള്ള വർക്കിൽ. അല്ലാതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, എന്നാലും ചോദ്യം വന്നതുകൊണ്ട് അങ്ങനെ പറയാം. How many poems appeared in 185 version of Leaves of Grass? ഞാൻ പറയേ എത്രയോ എഡിഷൻ വരുന്നത്. 185ാമത്തെ എഡിഷനിൽ 12 പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. വാൾട്ട് വിറ്റ്മാൻ ഒരുപാട് കളക്ഷൻ ഓഫ് പോയിന്റ്സ് എഴുതി. Which of the following themes do not appear in One's Self I Sing? Humility. Which of the following poetic devices does Whitman not use in beat drums? Metonymy മാത്രമേ ഉപയോഗിക്കാത്തുള്ളൂ. പെർസോണിഫിക്കേഷനും അലിട്രേഷനും ഓണോമറ്റോപ്പി ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല അവർ കേട്ടോ. What is the common nickname for the Whitman's final edition of Leaves of Grass published in 1891? The deathbed edition.
ഡെത്ത് ബെഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന കാലത്താണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1891 എഡിഷനെ ഡെത്ത് ബെഡ് എഡിഷൻ എന്ന് പറയുന്നത്. നഥാനിയൽ ഹോത്തോണ് ജനിച്ചത് 1804 ജൂലൈ 4 അദ്ദേഹം ജനിച്ചത് സാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ നഥാനിയൽ ഹോത്തോണിന്റെ പിന്നെ നമ്മുടെ ദ സ്കാർലറ്റ് ലെറ്റർ ശരിക്ക് അത് സാലം എന്ന് പറയുന്ന സ്ഥലത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു കഥയാണ്. അപ്പൊ അമേരിക്കയിലെ സാലം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. നഥാനിയൽ ഹോത്തോന്റെ വർക്ക് ആസ് എ മെഷറർ ബോസ്റ്റൺ കസ്റ്റം ഹൗസ് ആണ്. ബോസ്റ്റൺ കസ്റ്റം ഹൗസ് എന്ന് പറയുന്നത് ഈ സാലത്തിലുള്ള ഒരു സ്ഥലമാണ്. സാലം എന്ന് ബോസ്റ്റൺ അമേരിക്കയിലുള്ളതാണ്. അപ്പം ആ ഒരു സ്ഥലത്തെയൊക്കെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. ഓഫ് വിച്ച് മൂവ്മെന്റ് വാസ് നഥാനിയൽ ഹോത്തോൺ എ മെമ്പർ ഓഫ് ഫോർ സം ടൈം. അദ്ദേഹം കുറച്ചു കാലം ട്രാൻസെൻഡന്റൽ മൂവ്മെന്റ് നമ്മളെ എമേഴ്സന്റെ ഒക്കെ ഫോറോന്റെ ഒക്കെ ആ ഒരു മൂവ്മെന്റിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു നഥാനിയൽ ഹോത്തോൺ. ഫസ്റ്റ് നോവൽ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ് ഫാൻഷോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ്. നഥാനിയൽ ഹോത്തോൺ 1864 അന്തരിക്കുകയാണ്. What does the poet describe as the door ajar in I Cannot Live With You? ഓഷ്യനെ കുറിച്ചിട്ടാണ്. The door ajar in I Cannot Live With You. What animal is public in I Am Nobody? I Am Nobody എന്ന് പറഞ്ഞ വർക്കില് പബ്ലിക് ആയിട്ടുള്ള ആനിമൽ ഏതാണെന്ന് വെച്ച് ഫ്രോഗാണ്. അതൊന്നും ചോദിക്കില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല കേട്ടോ. What does the speaker feel when she sees the snake in a narrow fellow? Okay, അപ്പൊ അവരുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലാണ്, ചിൽ. When was Arthur Miller born? 1915 Which university did Arthur Miller attend? Michigan യൂണിവേഴ്സിറ്റിയിലാണ്. ഈ ആർതർ മില്ലറിന്റെ പ്ലേസ് was based on witchcraft trials in Salem in 1692. അതാണ് ദ ക്രൂസിബിൾ എന്നുള്ള നോവലാണ് കേട്ടോ. പ്ലേ ആണ്, നോവലല്ല, പ്ലേ ആണ്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ വിച്ച്ക്രാഫ്റ്റ് ട്രയൽസ് ഇൻ സാലം ഇൻ 1692. നമ്മളെ ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും അതേപോലെ തന്നെ ഓൾ മൈ സൺസും, അതാണ് ഫേമസ് ആയിട്ടുള്ള രണ്ട് വർക്കുകൾ. When was Time Benz published? 1987 Time Benz published ചെയ്തത്. When was Arthur Miller married to Marilyn Monroe? Marilyn Monroeയാണ് നമ്മൾ പറഞ്ഞിരുന്നു ആർതർ മില്ലർ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ പറഞ്ഞ സമയത്ത്. അപ്പം അവരെ കല്യാണം കഴിച്ചത് 1956. When did Arthur Miller write Death of a Salesman? ഇത് ചോദിക്കും, ഇത് ഇമ്പോർട്ടന്റ് വർക്കാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 1948 നമ്മുടെ ടി.എസ്. എലിയറ്റിന് നോബൽ പ്രൈസ് കിട്ടിയ അതേ വർഷം തന്നെയാണ് ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എഴുതിയത്. ആർതർ മില്ലർ മരിച്ചത് 2005. ഓക്കെ, ഇത്രയും വർക്കുകളാണ് ഇനിയിപ്പോ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇനി ഉള്ള ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ അമേരിക്കൻ വേർഡ് ഫോർ ഡെപ്പോ? ഡിപ്പോ ഏതാ പറയാൻ പറ്റുമോ? റെയിൽ റോഡ് എന്നാണ് കേട്ടോ, റെയിൽ റോഡ്. അമേരിക്കൻ വേർഡ് ഫോർ ഗാർഡ്, കണ്ടക്ടർ. ഗാർഡ് എന്നുള്ളതിന് കണ്ടക്ടർ എന്നത്. അതുപോലെ ലഗേജ് എന്നുള്ളതിന് എലിവേറ്റർ എന്നാണ്. ലഗേജ് എന്നുള്ളതിന് എലിവേറ്റർ. What is the American word for a building for storing grain? ഏതാണ്? സോറി, പ്രശ്നമുണ്ട്. ലഗേജിന് ബാഗേജ് എന്നാണ് പറയുക കേട്ടോ. ലഗേജിന് ബാഗേജ് എന്നാണ്. പക്ഷെ ബിൽഡിംഗ് ഫോർ സ്റ്റോറിംഗ് ഗ്രെയിൻ ആണ് എലിവേറ്റർ. അതായത് ധാന്യങ്ങളൊക്കെ ശേഖരിക്കുന്ന സ്ഥലത്ത്. What is the meaning of gas in American English? അത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഗ്യാസ് ആണ്, ഒന്ന് ഗ്യാസ് തന്നെയാണ്, രണ്ടാമത്തെ എന്താ? പെട്രോൾ.
What do you mean by the expression go on the war path? എന്താ fight or criticize എന്ന്. Traveler, American or British? ഏതാ സ്പെല്ലിങ്? ട്രാവലർ എന്ന് പറയുന്നത് അമേരിക്കൻ ആണ്. ഡബിൾ എൽ ആണെങ്കിൽ ബ്രിട്ടീഷ് ആണ്. സെന്റർ എന്ന് പറയുന്നത് ER ആണെങ്കിൽ അമേരിക്കൻ ആണ്. RE ആണെങ്കിൽ ബ്രിട്ടീഷ് ആണ്. ഫൈബർ എന്ന് പറയുമ്പോൾ ER ആണെങ്കിൽ അമേരിക്കൻ ആണ്. RE എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആണ്. How do the Americans pronounce the vowel in grass, dance and can't? ഏതാ? എയും ഇയും ചേർന്ന ശബ്ദമാണ് കേട്ടോ. AE. Grass, dance, can't. How do the Americans pronounce the vowels in news and students? അവിടെ news and student എന്നാണ്. news, new എന്ന് പറയില്ല, news and student. American historians, who are the famous American historians എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില്യം ബ്രാഡ്ഫോർഡും ജോൺ വിൻതോർപ്പും ആണ്. വില്യം ബ്രാഡ്ഫോർഡ് ആൻഡ് ജോൺ വിൻതോർപ്പ്. വാൾഡൻ പബ്ലിഷ് ചെയ്ത വർഷം 1854. വാൾഡൻ. നേച്ചർ 1836. അത് രണ്ടും രണ്ടാളാണ്. വാൾഡന് തോറോ ആണ്. നേച്ചർ നമ്മുടെ പിന്നെ എമേഴ്സൺ. Which is a famous novel written by William Wells Brown in 1853? Clotel എന്ന് പറയുന്നത്. Clotel, CLOTEL, Clotel. Famous 3 poets in America: Walt Whitman, Edgar Allan Poe, and H.W. Longfellow. H.W. Longfellow. Okay. After 81, Mark Twain, William Dean Howells, Henry James, Harold Frederick, all belong to dash period of American literature. ഏതായിരിക്കും? Realistic. Correct. Realistic period. The Awakening 1899 was written by Ara? Kate Chopin. Kate Chopin. The Awakening was written by Kate Chopin. Who founded the magazine Poetry in 1912? Ara? Harriet Monroe. Harriet Monroe. Harriet Monroe. Hugh Selwyn Moberly is an imagistic poem written by. നമ്മുടെ ഇമേജിസ്റ്റിക് പോയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എസ്ര പൗണ്ട്. വില്യം T.S. Eliotന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഹഗ് സെൽവിൻ മോബേർലി. Yoknapatawpha is a fictitious place created by William Faulkner, for whom the bell tolls, the famous American novel written in 1940 by Hemingway. Emperor Jones, The Hairy Ape are the famous novels of Eugene O'Neill in dash technique. എന്താണ്? ഏത് ടെക്നിക്കാ അതിൽ ഉപയോഗിച്ചത്? അല്ല, എക്സ്പ്രഷനിസ്റ്റ് ടെക്നിക്ക്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നമ്മുടെ യുലീസസിൽ, അതേപോലെ തന്നെ വെർജീനിയ വുൾഫിന്റെ ടു എ ലൈറ്റ് ഹൗസ്, അതിലൊക്കെയാണ് നമ്മുടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അടുത്തത് അലൻ ഗിൻസ്ബർഗ്, വില്യം എസ് ബറോ, നീൽ കാസഡി ആൻഡ് ജാക്ക് കറാവ് all belong to dash generation. ബീറ്റ് ജനറേഷൻ. ബീറ്റ് ജനറേഷൻ ആണ് ഇവരെ പ്രത്യേകത എന്ന് വെച്ചാല് മയക്കുമരുന്ന്, കള്ളുകുടി, അതായത് അതുപോലെ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം, അതിലൊക്കെ പേര് കേട്ട ആൾക്കാരാണ് ഈ ഒരു കച്ചറ ടീമാണ്. കച്ചറ ടീമാണ്. എപ്പോഴും ഒരു ഭയങ്കര കച്ചറ. അതായത് ഇയാളൊരു അഭിമുഖം ഉണ്ട്. ആരാണത്? അലൻ ഗിൻസ്ബർഗിന്റെ അമേരിക്ക എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയത് ഇയാളാണ്. ഇയാള് ഈ മരുന്നടിച്ചുകൊണ്ട് എഴുതിയതാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അയാള് അത് റിസൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വാസ് റിട്ടൺ ബൈ, അറിയാം ആരാണ്? ആർതർ മില്ലർ ആണ്. ഇത് ഏത് വർഷം പബ്ലിഷ് ചെയ്തത്? 1941 ആണോ? 1948.
48 അല്ലേ പറഞ്ഞത്? ആണ് 49 ആണ് അല്ലേ? 48 അല്ല 49 ആണ് കേട്ടോ. യെസ്. അതുപോലെ തന്നെ ഹു ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ് വാസ് റിട്ടൺ ബൈ ആരാ എഴുതിയേ? മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. അല്ല അല്ല, എഡ്വാർഡ് ആൽബി. എഡ്വാർഡ് ആൽബി. നമ്മുടെ സൂ സ്റ്റോറി എഴുതിയില്ലേ, സൂ സ്റ്റോറി, അത് എഡ്വാർഡ് ആൽബി ആണ് എഴുതിയത്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഹു ഈസ് അഫ്രൈഡ് ഓഫ്. ഈ എഡ്വാർഡ് ആൽബിയും ഒരു അബ്സർഡിസ്റ്റ് ആണ് കേട്ടോ. അബ്സർഡിസ്റ്റ്, ഡ്രമാറ്റിസ്റ്റ് ആണ്, നോവലിസ്റ്റും ഒക്കെ. ഓക്കെ, യെസ്. അപ്പം കഴിഞ്ഞു. അതില് ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ മാർക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ മാർക്ക് ദയവായി ഗ്രൂപ്പിലേക്ക് വിടുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാവും. നിങ്ങൾ വിടുന്ന സമയത്ത് എത്ര കുറഞ്ഞ മാർക്കാണെങ്കിലും അത് നിങ്ങൾ വിടുക. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ നാളെ മുതൽ സെക്കൻഡ് ഗ്രൂപ്പ് ആക്റ്റീവ് ആവും. അതിൽ ഫുള്ള് നമുക്ക് ക്വിസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വിടുന്നതാണ്. അതിന് 2 ടീച്ചേഴ്സിനെയും കൂടി ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക്. അപ്പം അത് അവർ കൺട്രോൾ ചെയ്തോളും. അതേപോലെ ഞാൻ അത് മോണിറ്റർ ചെയ്യും. ഓക്കെ, അപ്പം അതെന്താ വെച്ചാൽ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് വിടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെറും ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും ഇടാനുള്ള ഗ്രൂപ്പാണ്. മറ്റെല്ലാ മെസ്സേജുകളും കൂടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഹാങ് ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തോന്ന് പറഞ്ഞല്ലോ ആരോ? സർ ഞാൻ 80 to 83 ഒന്ന് പറയൂ സർ, നെറ്റ് പോയി അതാണ്. ഓ, 80 to 83 സ്റ്റോപ്പിംഗ്. 83 ഹാരിയറ്റ് മോൺറോ. ഓക്കെ, നമുക്ക് നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നമുക്ക് തിങ്കളാഴ്ച ലീവാക്കാം. അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ പുതിയ ടോപ്പിക്കാണ് ഉണ്ടാവുക. നമ്മുടെ ആനിമൽ ഫാം കഴിഞ്ഞു, ഇനി പുതിയ ടോപ്പിക്കാണ്. ഓക്കെ, ഏതായാലും ഹലോ സർ. പറയൂ. സർ, ഈ പുതിയ ഗ്രൂപ്പിലാണോ നമ്മൾ 2 ആഴ്ചക്കുള്ള ടോപ്പിക്സ് ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, അങ്ങനെ എന്തൊക്കെയോ സർ ഒരു പുതിയ ഗ്രൂപ്പിലാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ടോപ്പിക്സ് അപ്പം എപ്പോഴാണ് അതിലാണോ ഇടുക? അതല്ല, അതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പിന്നെ നൂർഷ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നജുമുനീസ ടീച്ചർ, 2 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ആദ്യം ടോപ്പിക്ക് വിടും. ആ ടോപ്പിക്ക് വിടും, അതിന്റെ പിന്നെ ക്വിസ് നടത്തും. അതിന് ക്വിസ് നടത്താൻ വേണ്ടി ഡേറ്റ് തീരുമാനിക്കും. ആ ക്വിസിൽ പങ്കെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ, ഇത്രയും ആളുകൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടാവും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിന്റെ ഡിസ്കഷൻ നടത്തുക. അതായത് നല്ല എഫക്റ്റീവ് ആവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മാക്സിമം ആളുകൾ, കഴിയുന്ന ആളുകൾ മുഴുവൻ അതിൽ പങ്കെടുക്കുക ഇതില്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് മെമ്മറിയിൽ ഇങ്ങനെ നിർത്തും അത്. ഓക്കെ, ഇതാവുമ്പോ ഈ ഗ്രൂപ്പിലാവുമ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയില്ല. നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യൂലേ? നമ്മുടെ അവര് പറയണ നമ്മളെ ആ ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്യൂലേ? ഓ, ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുത്തിട്ടാണോ പറയേണ്ടത്, അത് അവര് സജസ്റ്റ് ചെയ്യോ ടോപ്പിക്? അവര് പറയും, അവര് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് ഇന്ന സമയം കൊണ്ട് അസൈൻ ചെയ്യില്ലേ? ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് അവര് അസൈൻ ചെയ്യുന്നാവൂലേ? ഇത് ഒരു 10 പേർക്ക് ഒരു 2 ടോപ്പിക് എന്നുള്ള രൂപത്തിലായിരുന്നു. ഓക്കെ സർ, അങ്ങനെ നല്ല കാര്യമാണ്. നമ്മൾ കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആവും അങ്ങനെ ആവുമ്പോ. തീർച്ചയായിട്ടും അത് എങ്ങനെയായാലും നല്ല രൂപത്തിലേ പോവുള്ളൂ. കാരണം എന്താ വെച്ചാല് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം തരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുമോ അതില്? പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ തരാതിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഐഡിയ ഇല്ലാതെ കണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോ ഏകദേശം നമ്മൾ ആയതുകൊണ്ട് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും.
അപ്പൊ ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം അത് ചെയ്തപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും ആ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത്. ഓക്കെ, യെസ്. അപ്പൊ ഏതായാലും നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും മാർക്ക് വിടണേ, വാട്സപ്പിൽ വിടണം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു, ഗുഡ് നൈറ്റ്.